എല്ലാവർക്കും തൂവൽ തിരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ടേസ്റ്റിയായ ആലു മട്ടർ കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും 2 ഏലക്കയും ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് മൂത്ത് വന്നാൽ ചെറുതായി അരിഞ്ഞ ഒരു സവാള ചേർത്ത് നന്നായി വഴറ്റാം. അതിലേക്ക് അല്പം കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഗോൾഡൻ നിറം ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇനിയും വലിയ ഒരു ഉരുളൻകിഴങ്ങ് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്നുകൂടി വഴറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇനിയും നമുക്ക് 2 തക്കാളി കൂടി അരിഞ്ഞ് ചേർക്കാം. ഇനിയും നമുക്ക് 1 കപ്പ് പച്ച മട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് കൂടി അരിഞ്ഞു ചേർക്കാം. ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് മാറിയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുക. ഇപ്പോൾ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും 4-5 കശുവണ്ടിപ്പരിപ്പ് കുതിർത്ത് അരച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ജീരകപ്പൊടി ചേർക്കുന്ന ഷോട്ട് മിസ്സായി പോയതാണ്. ശേഷം 1 ടീസ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആലു മട്ടർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായി കാണും വരേക്കും ബൈ ബൈ.